സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെയൊക്കെയോ പാറേൻ്റെ ഇടുക്കി എത്തി. പക്ഷെ ഇതിൻ്റെ പുറകിലാണ് വലിയ കാടുള്ളത്. കയറി കാണിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കൂല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. നമ്മളഥവാ കയറിയിട്ട് വല്ല പുലിയോ കരടിയോ നമ്മളെ ആക്രമിച്ചാൽ നാളെ അത് വലിയ പ്രശ്നമാവും. അതുകൊണ്ട് കയറണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഇത്രയും വരെ എത്തി. ഇതിൻ്റെ താഴോട്ടേക്ക് അത്രയും കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അത്രയും ദൂരം ഞാൻ കയറിയിട്ടാണ് വന്നത്. കുറച്ചൊക്കെ കൂടെ കയറിയാൽ കാട്ടിൻ്റെ ഉള്ളിൽ എത്തുമായിരുന്നു. പക്ഷെ കയറാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെയുള്ള ആളുകൾ പറയുന്നത് കയറാൻ പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരടി ഇറങ്ങിയിട്ടാണ് പോലും ഉള്ളത്. കരടി ഇറങ്ങിയ സമയമാണെങ്കിൽ അതിൻ്റെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ ദ്രോഹിക്കാൻ വരുന്നതാണെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ആക്രമിക്കും. കൊന്നിട്ടിട്ട് പോവേ ഉള്ളൂ. ചിലപ്പം ജീവൻ കിട്ടും, ചിലപ്പം ജീവൻ കിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്താ ചെയ്യുക? നമ്മൾ കയറാതിരിക്കുകയല്ലേ നല്ലത്. അതുകൊണ്ട് കയറുന്നില്ല. ചെറുതായിട്ട് വേർത്തു, അത്രയേ ഉള്ളൂ. ഒരുപാട് ദൂരം കയറി അങ്ങ് മലേൻ്റെ ഇടുക്കി എത്തിയതാണ്. നല്ല സുഖമാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇനി ഇറങ്ങാനുണ്ട്, കുറേ ഇറങ്ങാനുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വടവൃക്ഷം കാണിച്ചു തരാം. വടവൃക്ഷം എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോ അലൗഡ് ആണോ എന്നും അറിയില്ല. ഞാൻ ആ വടവൃക്ഷം കാണിക്കാതെയാണ് കയറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. കുറച്ച് അമ്മയോടെ ഇരിക്കട്ടെ. ഒരുപാട് കുന്ന് കയറി മുകളിലെത്തിയിട്ടുള്ളത്. ഞാൻ കാട്ടിലേക്ക് ചെറിയൊരു വഴി ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷെ അതൊക്കെ ഇവർ അടച്ചിട്ടാണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ വഴിയിലൂടെ കയറിക്കഴിഞ്ഞാൽ ഇത് ചെറിയൊരു വഴിയായിരുന്നു. ഇത് ഇവർ സിമെൻ്റ് ഇട്ട്, ഇത് പാറയല്ല കല്ല് വെച്ചിട്ട് അടച്ചതാണ്. ഇത് ഈ രണ്ട് പാറേൻ്റെ ഇടയിലേക്ക് കൂടെ കയറിപ്പോകാനൊരു വഴി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിലൂടെ കയറിയിട്ട് നിങ്ങൾക്ക് ആ കാടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് അവരടച്ചു. കാരണം എന്താ വെച്ചാൽ ഈ മതിലിൻ്റെ അപ്പുറം കാട്ടുവഴിയാണ്. അപ്പോൾ അത് ഈ കരടി ഇറങ്ങിയതുകൊണ്ട് കരടി ഇതിൻ്റെ അടുത്ത് എവിടെയോ ആണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി ഇത് കാണാം.